നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിലെ ഈ സീസൺ പകുതിയും പിന്നിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം ആർക്ക് ലഭിക്കും? നിരവധി മികച്ച പ്രകടനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. റാഫീഞ്ഞ, ലാമിൻ യമാൽ, റോബർട്ട് ലെവൻഡോസ്കി ഇവരൊക്കെ ബാഴ്സലോണയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. എന്നാൽ മോസലയോളം വരുമോ ഇവരൊക്കെ എന്നൊരു ചോദ്യം മറുഭാഗത്തുണ്ട്. കിലിയൻ എംബാപ്പെ റയലിൽ പൊളിച്ചെടുക്കുകയാണ്. ഗ്യൂക്കറസിൻ്റെ പ്രകടനം കാണാതെ പോകാൻ പറ്റില്ല. ഓസ്മാൻ ഡംബലെ PSG കളിക്കുന്ന കളിയോ? അങ്ങനെ അനവധി സൂപ്പർ താരങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം ആർക്ക് ലഭിക്കുമെന്നുള്ളൊരു ചോദ്യമാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നിലവിലെ ബാലൻ ഡി ഓർ പവർ റാങ്കിങ്. goal.com അവതരിപ്പിക്കുന്ന പവർ റാങ്കിങ്. നിങ്ങൾക്കറിയാവുന്ന പോലെ 20 താരങ്ങളെയാണ് നമ്മൾ ഈ ലിസ്റ്റിൽ എടുക്കാറുള്ളത്. അതിലേറ്റവും താഴത്തെ റാങ്കുള്ള താരത്തിന് ബാലൻ ഡി ഓർ സാധ്യത കുറവാണ് എന്നർത്ഥം. നമ്മൾ നോക്കുകയാണ് 20ാം സ്ഥാനത്ത് വിക്ടർ ഗ്യോക്കറസിനെയാണ് goal.com ഉൾപ്പെടുത്തുന്നത്. ഈ സീസണിൽ അദ്ദേഹം പൊളിച്ചടുക്കിയിട്ടുണ്ട്. 44 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 19ാം സ്ഥാനത്ത് അലക്സാണ്ടർ ഐസക്, ന്യൂകാസിൽ യുണൈറ്റഡിനായിട്ട് കളിക്കുന്ന താരം. 25 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 18ാം സ്ഥാനത്ത് മൈക്കൽ ഒലീസെ, ബയൺ മ്യൂണിക്കിൻ്റെ താരം. 12 ഗോളുകളും 12 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. 17ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ താരം. 34 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഗോളിൻ്റെയും മറ്റുമൊക്കെ കണക്ക് ക്ലബിനും രാജ്യത്തിനും ഒരുമിച്ച് അടിച്ചിട്ടുള്ള കണക്കുകളാണ് പറയുന്നത്, സീസൺ വൈസ്, അല്ലാതെ ക്ലബിൻ്റെ മാത്രമല്ല എന്ന് ശ്രദ്ധിക്കുക. 16ാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ ഡച്ച് താരം വെർജിൽ വാൻ ഡൈക്കാണ്. അപ്പോൾ ഡിഫൻഡർ ആയതുകൊണ്ട് നമ്മൾ ക്ലീൻ ഷീറ്റുകൾ കൂടി പരിഗണിക്കണം. 8 ക്ലീൻ ഷീറ്റുകൾ കൂടാതെ 3 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹത്തിന് ഈ സീസണിൽ സ്വന്തമായുണ്ട്. പെഡ്രി FC ബാഴ്സലോണയുടെ യുവതാരം. 4 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ സീസണിൽ നേടിയത്. ഒപ്പം തന്നെ സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് ഹുലിയൻ ആൽവേരസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ട് പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 21 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിൽ ഇതുവരെ കുറിച്ചിട്ടുള്ളത്. 13ാം സ്ഥാനത്ത് ലൗറ്ററോ മാർട്ടീനസ്, ഇന്റർ മിലാൻ്റെ അർജന്റൈൻ സൂപ്പർ താരം. 19 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ആന്റോയിൻ ഗ്രീസ്മാൻ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് വെറ്ററൻ താരം, ഇന്നും ഫോമിലാണ്. 15 ഗോളുകളും 7 അസിസ്റ്റുകളും ഈ സീസണിൽ ഇതുവരെ അദ്ദേഹം സ്വന്തമാക്കിയെങ്കിൽ 11ാം സ്ഥാനത്ത് ആരാ? ഓസ്മാൻ ഡംബലയാണ്. ഡംബൂസ് ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരീസ് സെന്റ് ജർമ്മന് വേണ്ടിയിട്ട് 25 ഗോളുകൾ 6 അസിസ്റ്റുകൾ, ട്രോഫിഡസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. 10ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ ജമാൽ മുസിയാല. 18 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലെങ്കിൽ 9ാം സ്ഥാനത്ത് ഫ്ലോറിയൻ വേർഡ്സാണ്. ബയർ ലെവർക്യൂസൻ്റെ താരത്തിന് 18 ഗോളുകളും 16 അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു. DFL സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ ഹാരി കെയ്നാണ്. ഇംഗ്ലീഷ് സൂപ്പർ താരം ഈ സീസണിലാകെ 32 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിൽ 7ാം സ്ഥാനത്ത് മറ്റൊരു ഇംഗ്ലീഷ് സൂപ്പർ താരമാണ് റയലിൻ്റെ താരം ജൂഡ് ബെല്ലിംഗാം. അദ്ദേഹം 12 ഗോളുകളും 13 അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയെന്നും മാത്രമല്ല യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് വിനി ജൂനിയറാണ്. പോയ വർഷം അദ്ദേഹത്തിന് ബാലൻ ഡി ഓർ ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത്. പക്ഷെ അത് ഉണ്ടായില്ല. ഇത്തവണ ഇനി അത് ലഭിക്കുമോ? സാധ്യത കുറവാണ്. നിലവിലെ അവസ്ഥയിൽ സാധ്യത കുറവാണ്. വിനി ജൂനിയർ റയൽ മാഡ്രിഡിനായിട്ട് ബ്രസീലിനായിട്ടൊക്കെ ഈ സീസണിൽ കളിച്ചതിൻ്റെ കണക്ക് ഒരുമിച്ചെടുത്താൽ 18 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് നേടിയത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 5ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി, FC ബാഴ്സലോണയുടെ പോളിഷ് സൂപ്പർ താരം. 33 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കിയത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. 4ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാലാണ്. എന്തൊരു കളിയാണ്! വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് പയ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 ഗോളുകളും 18 അസിസ്റ്റുകളും അവൻ്റെ പേരിലുണ്ട്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ഈ സീസണിൽ മുത്തമിടുകയും ചെയ്തു. 3ാം സ്ഥാനത്ത് മറ്റൊരു ബാഴ്സലോണ താരം, ബ്രസീലിയൻ സൂപ്പർ താരം, പ്രകടനം നടത്തുന്ന താരം റാഫീഞ്ഞ. 27 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. 2ാം സ്ഥാനത്ത് സാക്ഷാൽ കിലിയൻ എംബാപ്പയാണ്. എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PSG-യിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ട് തുടക്കകാലത്തൊന്ന് കാലിടറിയപ്പോൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ വന്നുകൊണ്ട് ലീഗ് 1 അല്ല ലാ ലീഗ എന്ന് വരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വലിയ രൂപത്തിലുള്ള
ആരോപണ ശരങ്ങളും വിമർശന ശരങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ അദ്ദേഹം തട്ടിത്തെറിപ്പിച്ച് തൻ്റെ ഫോമിൻ്റെ പാരമ്യതയിലേക്ക് കടന്നുപോയി. റയൽ മാഡ്രിഡിന് വിജയങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 28 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. ഒന്നാമത് ചോദ്യമുണ്ടോ സംശയമുണ്ടോ, അത് മോസലയല്ലാതെ മറ്റാര്? മുഹമ്മദ് സലാ എന്ന ഈജിപ്ഷ്യൻ സൂപ്പർ താരം പൊളിച്ചെടുക്കുന്ന സീസണാണിത്. എന്തൊരു പ്രകടനം! ഗോളടി മാത്രമല്ല, അസിസ്റ്റിലും അദ്ദേഹം മുന്നിലാണ്. ഇങ്ങനെയൊരു പ്രകടനം ഈ സീസണിൽ മറ്റാരും നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 32 ഗോളുകളും 21 അസിസ്റ്റുകളുമാണ് ഇതുവരെ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. ഇതാണ് goal.comൻ്റെ നിലവിലെ പവർ റാങ്കിങ്. ഒന്നാമത് മോസല, രണ്ടാമത് കിലിൻ എംബാപ്പെ, മൂന്നാമത് റാഫീഞ്ഞ, നാലാമത് ലാമിൻ യമാൽ, അഞ്ചാമത് റോബർട്ട് ലെവൻഡോസ്കി, ആറാമത് വിനി ജൂനിയർ, ഏഴാമത് ജൂഡ് ബെല്ലിംഗാം, എട്ടാം സ്ഥാനത്ത് ഹാരി കെയ്ൻ, ഒമ്പതാം സ്ഥാനത്ത് ഫ്ലോറിൻ വേർട്സ്, 10-ാം സ്ഥാനത്ത് ജമാൽ മൂസിയാല. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ ലിസ്റ്റിലും ഈ റാങ്കിങ്ങിലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.